ഇതിനായിട്ട് ഇത് ആ കുട്ടീൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം, ആ കുട്ടി ക്രിയേറ്റ് ചെയ്യാണ്. ബാക്കിലേക്ക് മാറി നിന്ന് വരാം, പിന്നെ മുന്നോട്ട് തന്നെ വരാം. എന്നിട്ട് അവർ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ സൗകര്യത്തിൽ ചെരിഞ്ഞ് നിന്ന് കൊടുക്കുക. എന്നിട്ട് ആ തട്ടണം മുട്ടണമൊക്കെ അവർ വീഡിയോ റെക്കോർഡ് ചെയ്യുക. അവർ സൗകര്യം ചെയ്യാണ്. അവർ മാക്സിമം അത് മുതലെടുക്കുക ചെയ്യണം. ആ റീച്ച് കിട്ടാൻ വേണ്ടി അവർ മാക്സിമം സന്തോഷത്തോടെ തന്നെയാണ് അത് ചെയ്യണത്. ആ വീഡിയോ, ആ വിഷയം ഞാൻ വീഡിയോ ആർക്കും ഷെയർ ചെയ്തില്ല. അങ്ങനെ ഇവന് മാത്രം ഷെയർ ചെയ്തുള്ളൂ. ഒരു കുട്ടീനെ ഞാൻ അറിയിച്ചില്ല ഇങ്ങനെ സംഭവം ഉള്ളതെന്നുള്ള കാര്യം. പിന്നെ ഇവന് ഇന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പറയണം, നീ ടെൻഷൻ അടിക്കല്ല. ഞാൻ ഒന്നാമത് ഇന്നലെ നമ്മുടെ കേരളത്തിൽ ഒരു മനുഷ്യ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ആ മനുഷ്യ ജീവൻ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ മലയാളികൾ ഒന്നടങ്കം അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് വ്യക്തമാക്കുകയും ഒരു മനുഷ്യൻ്റെ മാനഹാനി വരുത്തിക്കൊണ്ട് ഒരു സ്ത്രീ അവൾക്ക് റീച്ച് കിട്ടുന്നതിന് വേണ്ടി മാത്രം ഇത്തരം വൃത്തികേടുകൾക്കും പൈശാചിക പ്രേരണകൾക്കും പ്രേരിതമാകുമ്പോൾ ഒരു മനുഷ്യ ജീവനാണ് അവിടെ പൊലിഞ്ഞു വീണത്. പണ്ടുകാലങ്ങളിൽ മനുഷ്യർ പരസ്പരം പരദൂഷണം നാവുകൊണ്ടാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം ചതികളുടെയും വഞ്ചനകളുടെയും ഒക്കെ നേർചിത്രം കാണേണ്ട ഒരവസ്ഥയാണ്. സാധാരണ ആ പാവം മനുഷ്യൻ ബസ്സിൽ യാത്ര ചെയ്യുന്നു. കാരണം അയാൾ പിറകിലൂടെയല്ല, ആ വീഡിയോ കണ്ടാൽ അറിയാം അയാൾ മുന്നിലാണ് നിൽക്കുന്നത്. മുന്നിൽ നിൽക്കുന്ന ആ മനുഷ്യനെ അയാളുടെ പിന്നാലെ ചെന്ന് റീച്ചിന് വേണ്ടി ഇത്തരം പൈശാചികമായ കോപ്രായങ്ങൾ കാട്ടുന്ന സ്ത്രീകൾ വിശിഷ്യ നമ്മുടെ സമൂഹത്തിന് തന്നെ അപമാനകരമാണ്. ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഹജ്ജത്തുൽ വദാഇൽ ലോകത്തോട് പോലും വിളിച്ചു പറഞ്ഞത് മനുഷ്യൻ്റെ ആത്മാഭിമാനവും അവൻ്റെ രക്തവും അവൻ്റെ ധനവും പവിത്രമാണ്. വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ആ മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അബസ വതവല്ല, നബിയെ താങ്കൾ പിന്തിരിഞ്ഞു കളഞ്ഞു. അൻജാഅഹുൽ അഅമ, ആ അന്ധനായ ഉമ്മു മക്തൂം അങ്ങയുടെ അടുക്കലേക്ക് വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു മനുഷ്യനെക്കുറിച്ചുള്ള, ആ മനുഷ്യൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഉണർത്തലാണ് അവിടെ നടന്നത്.